നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ നഗരസഭാധ്യക്ഷ എന്ന റെക്കോർഡ് ഇനി കൊണ്ടോട്ടി നഗരസഭാധ്യക്ഷ നിത ഷഹീറിന്. വ്യാഴാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ നിത ഷഹീറിനെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ഈ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ UDF ഭരിക്കുന്ന നഗരസഭയിൽ മുന്നണിയിലെ ധാരണ പ്രകാരം മുസ്ലിം ലീഗിലെ CT ഫാത്തിമത്ത് സുഹ്റാബി നേരത്തെ രാജിവെച്ചിരുന്നു. ഈ ഒഴിവിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. 40 അംഗങ്ങളുള്ള നഗരസഭയിൽ നിത ഷഹീർ 32 വോട്ടുകളും LDF സ്ഥാനാർത്ഥി KP നിമിഷ 6 വോട്ടും നേടി. ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിധി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതിലാണ് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത്, സന്തോഷം തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഞാൻ രാഷ്ട്രീയത്തിൽ KSU വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലും നിൽക്കുന്നതും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ കൗൺസിലർ ആവുന്നത്. ആ ടേം തന്നെ എനിക്ക് ചെയർപേഴ്സൺ ആവാൻ സാധിച്ചതിൽ എൻ്റെ ഐക്യജനാധിപത്യ മുന്നണിക്കും അതുപോലെ UDFനും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എൻ്റെ കോൺഗ്രസ് എൻ്റെ വാർഡ് കമ്മിറ്റിക്ക് പ്രത്യേകിച്ച് എന്നെ സജസ്റ്റ് ചെയ്യാനും ഈ രീതിയിലേക്ക് സെലക്ട് ചെയ്ത് ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ എന്ന് വെച്ചാൽ എങ്ങനെ പറയുക, ഇപ്പം ഈ ഒരു അവസരം എനിക്ക് കിട്ടിയതിൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ നാട്ടുകാരെ സപ്പോർട്ടാണ്. അവരെ ഞാൻ സ്മരിക്കുകയാണ് ഈ ഒരു ടൈമിൽ. എന്ന് വെച്ചാൽ ഒരിക്കലും വാക്കുകൊണ്ട് എത്രയും നന്ദി പറയേണ്ടതെന്നറിയില്ല. അതുപോലെ എൻ്റെ സഹ കൗൺസിലർമാരും ഇനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. LDF അംഗങ്ങളുടെ മുഴുവൻ വോട്ടുകളും KP നിമിഷയ്ക്ക് ലഭിച്ചു. എന്നാൽ നിത ഷഹീറിന് ലീഗിലെയും കോൺഗ്രസിലെയും ഓരോ അംഗങ്ങളുടെ വോട്ടുകൾ അസാധുവായി. താനിക്കൽ സൈതലവി, സൗമ്യ ചെറായി എന്നിവരുടെ വോട്ടുകളാണ് അസാധുവായത്. 3 സ്വതന്ത്രരുടെ വോട്ടുകളും നിതയ്ക്ക് ലഭിച്ചു. നീറാട് വാർഡിലെ കൗൺസിലറാണ് നിത. ജനക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള വികസന പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുമെന്ന് നിത ഷഹീർ എയർ1 ന്യൂസിനോട് പറഞ്ഞു. നമുക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് ആശയങ്ങളും അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഓരോ ജനപ്രതിനിധികളാവുക. ഏറ്റവും കൂടുതൽ എനിക്ക് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ജനങ്ങൾ എന്നുവെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ, അത് ചിലപ്പോൾ ഒരു വാക്ക് കൊണ്ടാവാം, ഒരു എഴുത്ത് കൊണ്ടാവാം, ഒരു ഒപ്പ് കൊണ്ടാവാം, ഏതൊക്കെ തരത്തിലും അതെനിക്ക് കാണിച്ചു കൊടുക്കാനുള്ള താല്പര്യമുണ്ട്. എന്നുവെച്ചാൽ ജനങ്ങളെ ഏറ്റവും കൂട്ടി ചേർത്തുകൊണ്ട് അവർക്ക് വേണ്ടിയ വികസനങ്ങൾ കാഴ്ചവെക്കാനാണ് താല്പര്യം. പ്രശ്നങ്ങൾ നമുക്കറിയാം, എനിക്കൊരു 15 മാസം കാലയളവുള്ളൂ. എന്നാലും എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കും. എന്നുവെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട്. എന്നാലും ഇതുവരെയുള്ള നമ്മുടെ ചരിത്രം ബാക്കിലോട്ടൊന്നും എത്തി നോക്കിയാൽ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തുടർന്ന് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കും. സത്യപ്രതിജ്ഞയ്ക്കു ശേഷം നടന്ന അനുമോദന യോഗം TV ഇബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് VS ജോയി, വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, PKC അബ്ദുറഹ്മാൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പുളിക്കൽ അഹമ്മദ് കബീർ, MA റഹീം, KP നിമിഷ, CT ഫാത്തിമത്ത് സുഹ്റാബി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒട്ടേറെ UDF നേതാക്കളും നഗരസഭാ കാര്യാലയത്തിലെത്തിയിരുന്നു. പുതിയ ചെയർപേഴ്സന്റെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച പായസ വിതരണവും നടന്നു. എയർ1 ന്യൂസ്, കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.